ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ വോട്ടിംഗ് ഇതൊക്കെ ഇതാ ചൊവ്വാഴ്ച ഉച്ചയോടെ അടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 7 പേർ നോമിനേഷൻ വന്നപ്പോൾ ഇതിനോട് തന്നെ 4 പേര് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങിയപ്പോൾ ആരൊക്കെയാണ് ഇനി ബിഗ് ബോസ് ഹൗസ് ഈ ആഴ്ച പടിയിറങ്ങുന്നതെന്നും അതോടൊപ്പം ഇപ്പോൾ ഉള്ള വോട്ടിംഗ് ആരൊക്കെയാണ് മുന്നിലെന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 7 പേരാണ് നോമിനേഷൻ വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-15 വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക രേണുസുധീനെ തന്നെയാണ് കേട്ടോ. രേണുസുധിക്ക് എത്രത്തോളം ബിഗ് ബോസിൽ വലിയ ആക്റ്റീവ് ഒന്നും അല്ലെങ്കിലും വോട്ടിങ്ങിന് ബഹുദൂരം മുന്നിലാണ്. 21,047 വോട്ടായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിലാഷിനെ വീണ്ടും തിരിച്ചെത്തിയ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ബിന്നി അട്ടിമറിച്ച് അഭിലാഷ് രണ്ടാമത് എത്തിയിരിക്കുകയാണ്. 19,631 വോട്ടുകൾ നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നല്ല ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നതുകൊണ്ടായിരിക്കും അബിക്ക് വോട്ട് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോക്കിയാണ് മൂന്നാമത് എത്തിയിരിക്കുന്ന ബിന്നിയാണ്. ബിന്നി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കൈവിടാതെ കൂടെ നിൽക്കുന്നുണ്ട്. 18,398 വോട്ടുമായിട്ട് മൂന്നാമത് നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് ആതിര നൂറ ജോഡികൾ വേർപിരിഞ്ഞ് ഇപ്പോഴത്തെ സെപ്പറേറ്റ് ആയിട്ട് ആതിര 4ാമത് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 16,735 വോട്ടുകൾ ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആര്യനെയാണ്. ആര്യനെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചകളൊക്കെ ഓരോ മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആര്യന് വലിയ രീതിയിലുള്ള ഒരു ഹെഡ് ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. കാരണം പുള്ളിയുടെ ഭാഗത്തുനിന്ന് പുള്ളി ചെയ്തതിനകത്ത് കുറേ മിസ്റ്റേക്കുകളുണ്ട്. അതുപോലെ തന്നെ ഗെയിംസിലൊന്നും വലിയ കുഴപ്പമില്ല. ടാസ്കൊക്കെ അത്യാവശ്യം കളിച്ച് ആക്റ്റീവാണ്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ 15,859 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി 5ാമത് നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഉനിയൽ സാബുവിനാണ്. ഉനിയൽ സാബു ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഓരോ മണിക്കൂർ വോട്ടിങ്ങിന് നമുക്ക് കാണാൻ സാധിക്കുന്ന. വലിയ മുന്നേറ്റങ്ങളൊന്നും പുള്ളി കാഴ്ചവെക്കുന്നില്ല. കാരണം പുള്ളി വലിയ രീതിയിലുള്ളൊരു ആക്റ്റീവ് ഒന്നും ആകുന്നില്ല. ഒരു നിലപാടില്ലാത്ത അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതുകൊണ്ടായിരിക്കാം 13,932 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ 7ാം പൊസിഷനിൽ നൂറനെ കാണാൻ സാധിക്കുന്നുണ്ട്. നൂറയ്ക്കും വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയുണ്ട്. അതേസമയം ആതിര നൂറ ഒന്നിച്ചായിരുന്നെങ്കിൽ നല്ല രീതിയിൽ വോട്ടും പിടിച്ചേനെ. 13,154 വോട്ടുകളുമായിട്ടാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് നല്ല കുട്ടികളായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം പ്രശ്നക്കാരൊന്നും അല്ല ഇവർ. ഈ ഒരു ഷോയിൽ കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു കപ്പിൾസ് ആയതുകൊണ്ട് മാത്രം കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് വരും മണിക്കൂറിൽ നല്ല വോട്ടുകൾ നേടി ഇവർ വീണ്ടും ബിഗ് ബോസിൽ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ മാറ്റങ്ങളൊക്കെ വരാം. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത്. അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.